ഏതായാലും വിപണിയിലേക്ക് തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഓഹരികളിലും വലിയ തോതിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അധികം നേട്ടം രേഖപ്പെടുത്താത്ത എന്നാൽ വീണ്ടും നിക്ഷേപകരുടെയും അനലിസ്റ്റുമാരുടെയൊക്കെ റഡാറിലേക്ക് എത്തുന്ന ഒരു ഓഹരിയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ക്യാൻഫിൻ ഹോംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഷെൽട്ടർ ഫോർ ദ ഹോംലെസ് ആയി ആചരിച്ച 1987 കാനറ ബാങ്ക് ഹൗസിംഗ് ഫിനാൻസ് കമ്പനി ആയിട്ടുള്ള ക്യാൻഫിൻ ഹോംസ് ആരംഭിച്ചിരിക്കുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1991 കമ്പനി ഓഹരി വിപണിയിലേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു നാഷണലൈസ്ഡ് ബാങ്ക് ആരംഭിക്കുന്ന ആദ്യത്തെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയായിരുന്നു ക്യാൻഫിൻ ഹോംസ് എന്നുള്ളതും ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത തന്നെയാണ്. ഇന്ത്യയിൽ അഫോർഡബിൾ ആയ പലിശ നിരക്കിൽ ഹൗസിംഗ് ലോണുകൾ നൽകി സാധാരണക്കാർക്ക് സ്വന്തമായി വീടുണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഈ കമ്പനിയുടെ പ്രാഥമിക ലക്ഷ്യമായിട്ട് പറയുന്നത്. നിലവിൽ കമ്പനിയുടെ ലോൺ ബുക്ക് പരിശോധിക്കുകയാണെങ്കിൽ നൽകിയിരിക്കുന്ന ലോണുകളിൽ 89% ഹൗസിംഗ് ലോണുകൾ തന്നെയാണ്. ബാക്കിയുള്ള വളരെ തുച്ഛം ഏകദേശം 11% അടുത്ത ലോണുകൾ മാത്രമാണ് നോൺ ഹൗസിംഗ് ലോണുകളായിട്ട് ഉള്ളത്. നിലവിൽ ഈ ഒരു ഓഹരി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു അണ്ടർ പെർഫോമർ ആയിട്ടാണ് തുടരുന്നത്. അതിനുശേഷം അത് ഏകദേശം ഒരു 6 മുതൽ 8 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമറായി തുടർന്ന ഈ ഒരു ഓഹരി വീണ്ടും അനലിസ്റ്റുമാരുടെയും നിക്ഷേപകരുടെയും റഡാറിലേക്ക് എത്തുകയാണ്. പല ബ്രോക്കറേജുകളും ഓഹരിക്ക് വീണ്ടും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. 2023 ജൂലൈയിൽ അംബാലയിലെ ശാഖയിൽ ജീവനക്കാർ 39.7 കോടി രൂപയുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തതും ഇന്റേണൽ പ്രോസസ് മാറ്റങ്ങൾ കൊണ്ട് ലോൺ ബുക്കിന്റെ വളർച്ച മന്ദഗതിയിൽ ആയതിനാലും ക്യാൻഫിൻ ഹോംസിന്റെ സ്റ്റോക്ക് കഴിഞ്ഞ 6 മാസമായി ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് തുടരുന്നത്. BSEയിലെ S&P ഫിനാൻഷ്യൽ സർവീസ് ഇൻഡെക്സ് 6% നേട്ടം കൈവരിച്ചപ്പോൾ ഈ ഒരു കഴിഞ്ഞ 6 മാസത്തിനിടെ ക്യാൻഫിൻ ഹോംസിന്റെ ഓഹരികൾക്ക് നേടാനായത് 3% നേട്ടം മാത്രമാണ്. കഴിഞ്ഞ ദിവസം അനലിസ്റ്റുമാരുമായുള്ള മീറ്റിംഗിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കമന്റ്സ് ആണ് കമ്പനിയുടെ മുന്നോട്ടേക്കുള്ളൊരു ഭാവിയെ സംബന്ധിച്ച് നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജുകളും വലിയ തോതിലൊരു പ്രതീക്ഷ ഈ ഒരു ഓഹരിയിൽ വെച്ച് പുലർത്തുന്നത് എന്നും കാണാം. ഈ പാദത്തിന്റെ അവസാനത്തോടെ പ്രതിമാസ ലോൺ ഡിസ്ബേഴ്സ്മെന്റ് സാധാരണ നിലയിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞതായി മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നു. തത്ഫലമായി ലോൺ ബുക്കിൽ 13 മുതൽ 14% വരെ വളർച്ചയോടെ മാർച്ച് പാദത്തിൽ ഏകദേശം 2500 കോടി രൂപ വിതരണം ചെയ്യുമെന്നാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. മൊത്ത നിഷ്ക്രിയ ആസ്തി അഥവാ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് അനുപാതം ഡിസംബർ പാദത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം 10 ബേസിസ് പോയിന്റ്സിന്റെ വർധനവ് രേഖപ്പെടുത്തി 0.09% ഉയർന്നത്. NPA പ്രൊവിഷനിങ്ങിൽ വാർഷികാടിസ്ഥാനത്തിൽ ഇരട്ടി വർധനയാണ് ഈ ഒരു ഡിസംബർ പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ NPA പ്രൊവിഷനായിട്ട് കമ്പനി മാറ്റിവെച്ചിരുന്നത് 29.5 കോടി രൂപയായിരുന്നു. അസറ്റ് പ്രൊവിഷനിങ് റീസ്ട്രക്ചർ ചെയ്തതും കൺസർവേറ്റീവ് മാനേജ്മെന്റ് എക്സ്പെൻഡിച്ചർ മൂലമാണ് പ്രൊവിഷനിങ്ങിൽ ഇത്ര വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയതെന്ന് മാനേജ്മെന്റ് പറയുന്നു. ചില സാഹചര്യങ്ങളിൽ മാറ്റം വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് വരും പാദങ്ങളിൽ പ്രൊവിഷനിങ്ങിൽ കുറയുമെന്ന് കൂടി മാനേജ്മെന്റ് കൂട്ടിച്ചേർക്കുന്നു. കോസ്റ്റ് ഓഫ് ബോറോയിങ് 80 ബേസിസ് പോയിന്റ് ഉയർന്ന് 7.4% ഈ ഒരു ഡിസംബർ പാദത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാനേജ്മെന്റ് കമന്ററി പ്രകാരം ഏറ്റവും പുതിയ റേറ്റിംഗ് അപ്ഗ്രേഡ് കണക്കിലെടുത്ത് കോസ്റ്റ് ഓഫ് ബോറോയിങ് വരുന്ന പാദങ്ങളിൽ ഒരു വർധനവ് പരിമിതമായിരിക്കും എന്നൊരു പ്രതീക്ഷ കമ്പനി വെച്ചു പുലർത്തുക. അതായത് വരുന്ന പാദങ്ങളിൽ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടായ കോസ്റ്റ് ഓഫ് ബോറോയിങ് വലിയ വർധനവ് രേഖപ്പെടുത്തില്ല എന്നൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് പങ്കുവച്ചിരിക്കുന്നത്. അറ്റപലിശ മാർജിനിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ 40 ബേസിസ് പോയിന്റ്സിന്റെ വർധനമാണ് ഈ ഒരു ഡിസംബർ പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായത്. അറ്റപലിശ മാർജിനായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3.9%. മാർച്ച് പാദത്തിലേക്ക് എത്തുമ്പോൾ ഇത് 3.7% മുതൽ 3.8% വരെയായി നിലനിൽക്കും, അല്ലെങ്കിൽ സ്റ്റേബിൾ ആകും എന്നാണ് ഇപ്പോൾ മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. മാർജിനുകൾ ഏകദേശം 3.5% തുടരുകയും ടെക്നോളജിയിലും ബിസിനസ്സിലും നിക്ഷേപം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ക്രെഡിറ്റ് കോസ്റ്റ് കുറയുകയും റിട്ടേൺ ഓൺ അസറ്റ് 2 മുതൽ 2.22% ഒരു സ്റ്റേബിൾ ആകും എന്നാണ് ആക്സിസ് സെക്യൂരിറ്റീസ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഇനി എസ് സെക്യൂരിറ്റീസിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എസ് സെക്യൂരിറ്റീസിന്റെ അഭിപ്രായത്തിൽ ഓഹരിയിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് എസ് സെക്യൂരിറ്റീസും പങ്കുവയ്ക്കുന്നത്. ഉയർന്ന മൂല്യത്തിലുള്ള വായ്പാ ടിക്കറ്റ് ക്രമാനുഗതമായി വർദ്ധിക്കുന്നു എന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. 20 ലക്ഷം മുതൽ 30 ലക്ഷം വരെയുള്ള വായ്പാ
ടിക്കറ്റ് സെഗ്മെന്റും 30 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ടിക്കറ്റും സമീപ പാദങ്ങളിൽ വർദ്ധിച്ചു വരുന്നു. അതായത് ഉയർന്ന തോതിലുള്ള വായ്പാ കണക്കുകൾ വർദ്ധിക്കുന്നു എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ പുതിയ ഭവനത്തിന്റെ ടിക്കറ്റ് വായ്പകളുടെ ശരാശരിയിൽ ഒരു ആക്സലറേറ്റഡ് വളർച്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 20 മുതൽ 25% വർധനയാണ് ഈ ഒരു രംഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കടമെടുക്കലുകളുടെയും വായ്പാ ആസ്തികളുടെയും റീപ്രൈസിംഗ് തമ്മിലുള്ള ലാഗ് അഥവാ ഒരു ഗ്യാപ്പ് കുറയ്ക്കാനായി 2024 ജനുവരി മുതൽ പുതിയ വായ്പകളുടെ ക്വാർട്ടർലി ഉള്ള പലിശ നിരക്ക് കമ്പനി പുതുക്കിയിട്ടുണ്ട്. കൂടാതെ നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് ഈ നിരക്കിലേക്ക് മാറാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകിയിട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് ലോണിൽ ഗണ്യമായ വർധനവ് കമ്പനി സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. 2 വർഷത്തെ മൊറട്ടോറിയത്തിൽ നിന്നും പുറത്തു വന്ന പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്തതിനെ തുടർന്നും അതിനോടൊപ്പം തന്നെ സ്ലിപ്പേജിനെ തുടർന്നുമാണ് ഇത്തരത്തിൽ ഒരു വർധനവ് ഉണ്ടായതെന്നാണ് മാനേജ്മെന്റിന്റെ നിരീക്ഷണം. ഗ്രോസ് നോൺ പെർഫോമിംഗ് ലോണിൽ വർധന ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു വലിയൊരു അതായത് ഈ ഒരു വർധനവ് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനൊരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് നോൺ റീസ്ട്രക്ചർഡ് ലോൺ ബുക്കിന്റെ ഗ്രോസ് നോൺ പെർഫോമിംഗ് ലോൺ 0.6% വളരെ സ്റ്റേബിൾ ആയിട്ടാണ് ഡിസംബർ പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിലും 2025-ലും GNPL ഒരു കുറവ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എക്സ്പെക്റ്റഡ് ക്രെഡിറ്റ് ലോസ് മാനേജ് ചെയ്യാനായി പ്രൊവിഷൻസ് കമ്പനി ഇപ്പോൾ വലിയ തോതിൽ മാറ്റിവെക്കുന്നുണ്ട്. കമ്പനിയുടെ സബ് ഓപ്റ്റിമൽ ഡിസ്ബേഴ്സ്മെന്റും അതിനോടൊപ്പം തന്നെ ഹയർ സ്ലിപ്പേജ് നിരക്കുകളും വരുന്ന പാദങ്ങളിൽ വലിയ പോസിറ്റീവായ രീതിയിൽ മാറ്റം വരുമെന്നാണ് എസ് സെക്യൂരിറ്റീസ് പ്രതീക്ഷിക്കുന്നത്. വാല്യുവേഷൻ റേഷ്യോസ് ആയ പ്രൈസ് ടു അഡ്ജസ്റ്റഡ് ബുക്ക് വാല്യൂ 2.1 പ്രൈസ് ടു ഏർണിംഗ് 12 ഇത് അവരുടെ ലോങ് ടൈം ശരാശരിയേക്കാൾ വളരെ കുറഞ്ഞു നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റോക്ക് ഒരു അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ് ബ്രോക്കറേജ് ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. ഇത് അവരുടെ വായ്പ നൽകാനുള്ള ഉയർന്ന കപ്പാസിറ്റിയും ക്രെഡിറ്റ് കോസ്റ്റിന്റെ പ്രകടനവും റിഫ്ലക്ട് ചെയ്യുന്നില്ല എന്ന് കൂടി ബ്രോക്കറേജ് കൂട്ടിച്ചേർക്കുന്നു. അതിനോടൊപ്പം തന്നെ ക്യാൻഫിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ICAR AA+ നിന്നും അവരെ AAA റേറ്റിംഗിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന പാദങ്ങളിൽ കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ്ങിൽ ഒരു കുറവ് വരാനുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇനി ജിയോജിത്തിന്റെ നിരീക്ഷണത്തിലേക്ക് വരുമ്പോൾ ഡെവലപ്പർ ടൈപ്പുകൾ ഉൾപ്പെടെയുള്ള പുതിയ ചാനലുകളിൽ നിന്നുള്ള ഉപഭോക്താക്കളെ ചേർക്കുന്നതിലൂടെ വർഷാവസാനത്തോടെ ഡിമാൻഡിൽ ഒരു റിവൈവലാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. പൂർത്തീകരിച്ച റീപ്രൈസിംഗ് നടപടികളും ICARയുടെ അനുകൂലമായിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ക്രമീകരണവും മൂലം അറ്റ പലിശ മാർജിൻ 3.6% മുതൽ 3.7% വരെ നിലനിർത്തുന്നതിന് സഹായിക്കുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത്. ഇനി വിവിധ ബ്രോക്കറേജുകൾ നൽകുന്ന റെക്കമെൻഡേഷൻസ് കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ എസ് സെക്യൂരിറ്റീസ് ഈ ഒരു ഓഹരിക്ക് വരുന്ന പാദങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 25.8% വളർച്ചാ സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓഹരിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. 1000 രൂപയാണ് എസ് സെക്യൂരിറ്റീസ് നൽകുന്ന ടാർഗറ്റ് വില എന്ന് പറയുന്നത്. ഇനി ജിയോജിത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അക്യുമുലേറ്റ് റെക്കമെൻഡേഷൻ ആണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് ആയിട്ട് പറയുന്നത് 900 രൂപയാണ്. ഷേർഖാനും ബൈ റെക്കമെൻഡേഷൻ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. 960 രൂപയാണ് ഈ ഒരു ഓഹരിക്ക് ഷേർഖാൻ നൽകുന്ന ടാർഗറ്റ് വില എന്ന് പറയുന്നത്. ഇനി ഓഹരിയുടെ ഒരു ടെക്നിക്കൽസിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓഹരിയുടെ സർവകാല ഉയരം എന്ന് പറയുന്നത് ജൂലൈയിൽ രേഖപ്പെടുത്തിയ 909.8 രൂപയാണ്. അതിൽ നിന്ന് പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. അതിനോടൊപ്പം തന്നെ കമ്പനിക്ക് ഒരു പിവറ്റ് കാൽക്കുലേറ്റർ അനുസരിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പിവറ്റ് കാൽക്കുലേറ്റർ അനുസരിച്ചിട്ട് ആദ്യത്തെ റെസിസ്റ്റൻസ് ആയിട്ട് പരിഗണിക്കേണ്ടത് 788.07 എന്ന നിലവാരമാണ്. ഈ ഒരു നിലവാരം ബ്രേക്ക് ചെയ്യുകയാണ് എന്നെങ്കിൽ രണ്ടാമത്തെ റെസിസ്റ്റൻസ് ആയിട്ട് നിക്ഷേപകർക്ക് പരിഗണിക്കാവുന്നത് 808.43 എന്ന നിലവാരവും ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 821.52 എന്ന നിലവാരവുമാണ്. ഇനി സപ്പോർട്ടിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 755.62 രൂപയാണ് ആദ്യത്തെ സപ്പോർട്ടായിട്ട് പരിഗണിക്കേണ്ടത്. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 741.53 എന്ന നിലവാരവും ഇതും ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 721.17 എന്ന നിലവാരവുമാണ് സപ്പോർട്ടായിട്ട് നോക്കേണ്ടത്. ഇനി അതിനോടൊപ്പം തന്നെ ഓഹരിയുടെ ഒരു പെർഫോമൻസ് വിലയിരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റേഞ്ച് ബൗണ്ട് ആയിട്ടായിരുന്നു തുടരുന്നത്.
അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഇപ്പോൾ കമ്പനി നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ജനുവരി തുടങ്ങി ഒരു ഫെബ്രുവരി അവസാനിക്കുന്ന ഈ ഒരു ദിവസത്തിലേക്ക് എത്തുമ്പോൾ 0.91% നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഈ ഒരു ഓഹരി നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്. ഒരു മാസത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും 0.82% നേരിയ നേട്ടം മാത്രമാണ് നൽകാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ പ്രധാന റൈവലറി ആയിട്ടുള്ള LICയിലേക്ക് വരികയാണെങ്കിൽ ഒരു മാസത്തിൽ 4% നേട്ടവും ഇയർ ടു ഡേറ്റിൽ ഏകദേശം 19% നേട്ടവും നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഹഡ്കോയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിലും 52% നേട്ടം നൽകാനായിട്ട് സാധിച്ചു. അതായത് റൈവൽസ് ഈ ഒരു വർഷം തുടങ്ങി ആദ്യം 2 മാസങ്ങളിൽ മികച്ച റിട്ടേൺ നൽകിയപ്പോൾ ക്യാൻഫിൻ ഹോംസ് ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് ആയിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് സാരം. ഇനി ഒരു വർഷത്തെ കണക്കുകൾ കൂടി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 36% നേട്ടമാണ് ക്യാൻഫിൻ ഹോംസ് നൽകിയിരിക്കുന്നത്. 3 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 64% നേട്ടവും നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു റേഞ്ച് ബൗണ്ടിൽ നിന്നും വീണ്ടും ഒരു കുതിപ്പിലേക്കാണ് ഓഹരി പോകുന്നത് എന്നൊരു സൂചന തന്നെയാണ് വിവിധ ബ്രോക്കറേജുകളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.